വാക്സിൻ എടുത്തിട്ടും പേവിഷബാധ സ്ഥിരീകരിച്ച് ചികിത്സയിലായിരുന്ന 7 വയസ്സുകാരി മരിച്ചു. കൊല്ലം വിളക്കുടി സ്വദേശിനി നിയ ഫൈസൽ ഇന്ന് പുലർച്ചെയാണ് തിരുവനന്തപുരം SAT ആശുപത്രിയിൽ മരിച്ചത്. കുട്ടിക്ക് സാധ്യമായ എല്ലാ ചികിത്സയും നൽകിയെന്ന് ആശുപത്രി അധികൃതർ. മൃതദേഹം പുനലൂർ മുസ്ലിം ജമാഅത്ത് പള്ളി ഖബർസ്ഥാനിയിൽ ഖബറടക്കി. ഇക്കഴിഞ്ഞ 1-ാം തീയതിയായിരുന്നു പേവിഷബാധ ലക്ഷണങ്ങളോടെ 7 വയസ്സുകാരിയെ SAT ആശുപത്രിയിൽ എത്തിച്ചത്. തീവ്രപരിചരണ വിഭാഗത്തിലായിരുന്ന കുട്ടിയുടെ നില അതീവ ഗുരുതരമായതോടെ വെന്റിലേറ്ററിൽ പ്രവേശിപ്പിച്ചു. പിന്നീട് ഗൈഡ് ലൈൻ അനുസരിച്ചുള്ള ആരോഗ്യവകുപ്പിന്റെ ചികിത്സ. പക്ഷേ മരുന്നുകളോട് പോലും ശരിയായ രീതിയിൽ കുട്ടി പ്രതികരിച്ചില്ല. ഒടുവിൽ ഇന്ന് പുലർച്ചെ നിയ ഫൈസൽ മരിച്ചു. അപ്പോഴേ എടുത്തോണ്ട് പോയി, ഞാൻ ഇപ്പതാണ്ട് കൊണ്ടുപോയി, എനിക്കെനിക്ക് കാണാനില്ല. കുട്ടിക്ക് സാധ്യമായ എല്ലാ ചികിത്സയും നൽകിയെന്ന് SAT സൂപ്രണ്ട് പറഞ്ഞു. SATയിൽ വരുമ്പോൾ നമുക്ക് പേവിഷബാധയുടെ ലക്ഷണങ്ങൾ ഉണ്ടായിരുന്നു. നമ്മുടെ പീഡിയാട്രിക് ICUവിൽ അഡ്മിറ്റ് ചെയ്തു. നമുക്ക് സാധ്യമായ എല്ലാ ചികിത്സകളും നമ്മൾ കുഞ്ഞിന് നൽകിയിരുന്നു. വാക്സിന്റെ ഫലപ്രാപ്തിയിൽ സംശയം വേണ്ടെന്ന് DME പ്രതികരിച്ചു. ഈ നേഴ്സിൽ കയറി കഴിഞ്ഞാൽ വാക്സിന്റെ എഫക്ട് വരുന്നതിന് മുമ്പ് തന്നെ ഇത് തലച്ചോറിലെത്തും. ഈ വാക്സിൻസിന്റെ എഫക്റ്റീവ്നെസ്സും നമുക്കുണ്ട്. കഴിഞ്ഞ മാസം 8-ാം തീയതിയായിരുന്നു 7 വയസ്സുകാരിയെ തെരുവുനായ കടിച്ചത്. പിന്നാലെ എല്ലാ പ്രതിരോധ വാക്സിനും എടുത്തു. 28-ാം തീയതി കുട്ടിക്ക് പനിയുണ്ടായി. ഇതോടെയാണ് ആരോഗ്യാവസ്ഥ പൂർണ്ണമായും മോശമായി തുടങ്ങിയത്. കുട്ടിയെ ആരോഗ്യവകുപ്പിന്റെ പ്രോട്ടോകോൾ അനുസരിച്ച് സംസ്കരിച്ചു. മീഡിയ 1 തിരുവനന്തപുരം.